ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടല്ല, കിച്ചൺ ടിപ്പുമായിട്ടാണ്. നിങ്ങൾക്ക് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളെല്ലാവരും വീട്ടിൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം തന്നെയാണ് ഗ്യാസ് ബർണർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കറുത്തു പോകുന്നത്. അപ്പോൾ ആ ഗ്യാസ് ബർണർ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാം എന്ന ഒരു വീഡിയോ ആണ് ഞാനിന്നിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് വിനാഗിരിയാണ്. പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള ക്ലീനിങ് അല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്കിനി ഗ്യാസ് ബർണർ ക്ലീൻ ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഗ്യാസ് ബർണർ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് വാളംപുളിയാണ്. തൃശ്ശൂർ സൈഡിലൊക്കെ ഇതിനെ വാളംപുളി എന്നാണ് പറയുക. നിങ്ങൾ എന്താണ് അതിന് പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പുളി, അതിലോട്ട് കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ച് കൊടുക്കുക, നല്ല ചൂടുള്ള വെള്ളം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പുളി നന്നായിട്ടൊന്ന് സോക്കാവാനാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ട് ലേശം ഉപ്പിട്ട് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ പുളിയിൽ ഉപ്പുള്ള പുളി ആയതുകൊണ്ട് ഇതിൽ ഞാൻ ഉപ്പിടുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പുളിയിൽ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഗ്യാസ് ബർണർ അതിലിട്ടിട്ട് ഓവർനൈറ്റ് ഇത് സോക്ക് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞാനിത് സോക്ക് ചെയ്ത് വെച്ചത്. ഇപ്പോൾ രാവിലെയായി. രാവിലെ ഞാനിത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ ഒരു സാറ്റർഡേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സൺഡേ നമുക്ക് രാവിലെ ക്ലീൻ ചെയ്യാം. സൺഡേ ആകുമ്പോൾ എല്ലാവർക്കും ഹോളിഡേ ആയ ദിവസമായതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നന്നായിട്ട് സമയം കിട്ടും. അപ്പോൾ ഇനി ഇതൊരു സ്ക്രബ്ബർ വെച്ച് ഉരച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ബർണർ രണ്ടും നല്ല വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല കറുത്തിട്ടാണ് ഇത് ഇരുന്നിരുന്നത്. ഇപ്പോൾ ഇത് നല്ല കളറോട് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വിനാഗിരി ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ വീട്ടിലെപ്പോഴും കിട്ടുന്ന പുളിയും ഉപ്പും ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വിനാഗിരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ബർണറുകൾക്ക് അത്ര നല്ലതാവില്ല. നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.